തൻ്റെ കേമത്വം പറഞ്ഞ് എന്നെ നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് നിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് ഓർമ്മിപ്പിച്ച് പലതരത്തിൽ സീതയെ പുകഴ്ത്തി അവസാനം സീതയുടെ 2 കാലും പിടിച്ച് തന്നെ സ്വീകരിക്കണമെന്ന് രാവണൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പഠിച്ചത്. 55-ാം സർഗം. തുടർന്ന് 56-ാം സർഗം. സാ തഥോക്താ തു വൈദേഹി നിർഭയാ ശോകകർഷിതാ തൃണമന്തരതഃ കൃത്വാ രാവണം പ്രത്യഭാഷത. രാജാ ദശരഥോ നാമ ധർമ്മസേതുരിവാചലഃ സത്യസന്ധഃ പരിജ്ഞാത യസ്യ പുത്രഃ സ രാഘവഃ. ഇപ്രകാരം പറയപ്പെട്ട സീത, അവിടെ സീത എന്നല്ല വൈദേഹി എന്നാണ് പറഞ്ഞത്. വിദേഹപുത്രിയായ സീത. അവിടെ വിദേഹ ശബ്ദം ഉപയോഗിക്കുമ്പോൾ ദേഹം വിട്ട ആളാണ് വിദേഹൻ. അപ്പോൾ ആ പേരവിടെ ഉപയോഗിച്ചത് അന്വർത്ഥമാണ്. വിദേഹപുത്രിയായ സീത നിർഭയ, ഒട്ടും ഭയമില്ലാത്തവളായി. സീതയ്ക്ക് ഒട്ടും ഭയമില്ല, നിർഭയ. അതേ സമയത്ത് ശോകകർഷിത, ശോകത്താൽ അങ്ങേയറ്റം ക്ഷീണിച്ചവളായ സീത തൃണമന്തരത കൃത്വ, അന്തരതഃ തൃണം കൃത്വ, നടുക്ക് ഒരു പുൽക്കൊടിയെ നുള്ളിയിട്ടിട്ട്. ഇപ്പോൾ രാവണൻ്റെ മുമ്പിൽ ഒരു പുൽക്കൊടി നുള്ളി അവിടെ ഇട്ടു. എന്താ അർത്ഥം? നീ വെറും ഒരു പുല്ലാണ് എൻ്റെ ഭർത്താവിന്. പിന്നെ ധർമ്മശാസ്ത്രം അനുസരിച്ച്, ഇക്കാലത്തെ ധർമ്മശാസ്ത്രം അല്ലേ, അക്കാലത്തെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ഭർത്തൃസന്നിധിയിലല്ലാതെ മറ്റൊരു പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ നേർക്ക് സംസാരിക്കരുത് എന്നൊരു ഒരു നിയമമുണ്ട്. അപ്പോൾ ഒരു പുൽക്കൊടി നടുക്കിട്ടിട്ട് ആ പുല്ല് നോക്കിയിട്ട് സംസാരിക്കുക. ഇത്രയേ ഉള്ളൂ നീയൊക്കെ എന്നും ആവാം. അങ്ങനെ ഇട്ടിട്ട് രാവണനോട് പറഞ്ഞു, പ്രത്യഭാഷത, മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ദശരഥ മഹാരാജാവ് ധർമ്മസേതുഹു, ധർമ്മസേതുവാണ്. അചല, അചലനാണ്, പർവ്വതം പോലെ അപ്രകമ്പ്യനായ ദശരഥ മഹാരാജാവ് ധർമ്മസേതുവാണ്. സേതു പാലം, സേതു അണക്കെട്ട്, സേതു അതിര്, അങ്ങനെയൊക്കെ പറയാം, മര്യാദ. അപ്പം എന്താണ് ധർമ്മം എന്ന് ദശരഥനെ നോക്കി പഠിക്കാം. അതാണ് ധർമ്മസേതു. അങ്ങനെയുള്ളതായ രാജാവ് ദശരഥൻ സത്യസന്ധ, സത്യസന്ധനാണ്. പരിജ്ഞാത, പ്രസിദ്ധനാണ്, സകല ലോകങ്ങളിലും പ്രസിദ്ധനാണ്. യസ്യ പുത്ര സഹ രാഘവ, യാതൊരുവൻ്റെ മകനാണ് ആ രാമൻ. രാമൻ അങ്ങനെയുള്ള ദശരഥൻ്റെ പുത്രനാണ്. രാമോ നാമ സധർമാത്മാ ത്രിഷു ലോകേഷു വിശ്രുതഃ ദീർഘബാഹുർവിശാലാക്ഷോ ദൈവതം ഹി പതിർമമ. രാമൻ എന്ന് പേരുള്ളവൻ ധർമാത്മാവാണ്. 3 ലോകങ്ങളിലും വിശ്രുതനാണ്, വിശേഷണ ശ്രുതനാണ്, പേര് കേട്ടവനാണ്. 3 ലോകങ്ങളിലും പേര് കേട്ടവനാണ്. ഈ മനുഷ്യലോകത്തിൽ മാത്രമല്ല, 3 ലോകങ്ങളിലും. ദീർഘബാഹു, ദീർഘബാഹുവാണ്, ദീർഘങ്ങളായ നീണ്ട കൈകളോട് കൂടിയവനാണ്. ആജാനുബാഹു എന്നൊക്കെ പറയും, കാൽമുട്ട് വരെ നീളുന്ന കയ്യോടൊത്ത. നമുക്കൊക്കെ വളഞ്ഞിരുന്നാൽ സഹിക്കും, അല്ലേ? അങ്ങനെയല്ല, നിന്ന് കഴിഞ്ഞാൽ കാൽമുട്ട് വരെ നീളുന്ന കൈകളോട് കൂടിയവൻ. വിശാലാക്ഷ, വിശാലമായ വിടർന്ന കണ്ണുകളോട് കൂടിയവൻ, വിശാലാക്ഷ.
മമ പതിഹി മമ ദൈവതം, എൻ്റെ ഭർത്താവ്, എൻ്റെ പതി എനിക്ക് ദൈവമാണ്, എൻ്റെ ദൈവമാണ് എൻ്റെ പതി. ഇക്ഷ്വാകൂണാം കുലേ ജാതഃ സിംഹസ്കന്ധോ മഹാദ്യുതിഃ ലക്ഷ്മണേന സഹ ഭ്രാത്രാ യസ്തേ പ്രാണാൻ ഹരിഷ്യത്തെ. ഇക്ഷ്വാകൂണാം കുലേ ജാതഃ, ഇക്ഷ്വാകുവിൻ്റെ കുലത്തിൽ ജനിച്ചവനാണ്. ഇക്ഷ്വാകു രാജാവിൻ്റെ കുലത്തിൽ ജനിച്ചവൻ. സിംഹസ്കന്ധ, സിംഹത്തിന് പോരുന്ന ഉടലോട് കൂടിയവൻ, അത്രയും ബലിഷ്ഠനായവൻ. മഹാദ്യുതി, മഹാശോഭയോട് കൂടിയവൻ. ഭ്രാത്ര ലക്ഷ്മണേന സഹ, സഹോദരനായ ലക്ഷ്മണനോട് കൂടെ തേ പ്രാണാൻ ഹരിഷ്യതി, നിന്റെ പ്രാണങ്ങളെ എടുക്കും. സഹോദരനായ ലക്ഷ്മണനോട് കൂടെ ഇങ്ങനെയുള്ള രാമൻ നിന്റെ പ്രാണങ്ങളെ എടുക്കും. സംശയമില്ല. അത് പറയണമെങ്കിൽ ഒരു ധൈര്യമാണല്ലോ, ഇല്ലേ? കാരണം അവിടെയാണ് പ്രത്യക്ഷം യദ്യഹം തസ്യ ത്വയാസ്യാം ധർഷിതാ ബലാദ് ശയിതാ ത്വം ഹതഃ സംഘേ ജനസ്ഥാനേ യഥാ ഖരഃ. അഹം തസ്യ പ്രത്യക്ഷം ത്വയാ ബലാദ് ധർഷിതാം യദിസ്യാം, യദിസ്യാം അങ്ങനെയാണെന്ന് വിചാരിക്കുക. എങ്ങനെ? അവൻ്റെ കൺമുന്നിലായിരുന്നു നീ എന്നെ അപമാനിച്ചതെങ്കിൽ, അവൻ്റെ കൺമുന്നിൽ വെച്ചായിരുന്നു നീ എന്നെ അപമാനിച്ചിരുന്നതെങ്കിൽ ജനസ്ഥാനേ സംഖ്യേ ഖരഃ യഥാ ഹതഃ ശയിതാത്വം, ആ ജനസ്ഥാനത്തിൽ ഖരനെപ്പോലെ നീയും കിടക്കുന്നുണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഖരൻ എങ്ങനെയാ? മരിച്ചുപോയി, കൊല്ലപ്പെട്ടു രാമനാൽ. നീയും കൊല്ലപ്പെട്ട് അവിടെ കിടക്കുമായിരുന്നു. പക്ഷെ അവൻ കണ്ടില്ല, എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. യേ ഏതേ രാക്ഷസാ പ്രോക്ത ഘോരരൂപാ മഹാബലാഃ രാഘവേ നിർവിഷാ സർവേ സുപർണേ പന്നഗാ യഥാ. ഈ രാക്ഷസന്മാർ ഘോരരൂപികളും മഹാബലശാലികളുമാണെന്ന് നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞല്ലോ, വലിയ ശക്തിയുള്ള ബലശാലികളായ രാക്ഷസന്മാരെക്കുറിച്ച്. ഇവർക്കൊന്നും രാവണനിൽ ഒരു വിഷവും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ സുപർണേ പന്നഗാഹ യഥാ, എപ്രകാരമാണോ സുപർണനിൽ, സുപർണനാരാ? ഗരുഡൻ, ഗരുഡനിൽ പാമ്പുകൾ എന്നതുപോലെ ഇവരൊക്കെ രാമൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഒക്കെ വലിയ ശക്തിയുള്ളവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഗരുഡൻ്റെ മുമ്പിൽ ഏത് പാമ്പ് പോയിട്ട് എന്താ കാര്യം? അതിൻ്റെ വിഷമൊന്നും ഗരുഡൻ്റെ അടുത്തേക്ക് അടുക്കില്ല. അതുപോലെ ഈ രാക്ഷസന്മാർക്കൊന്നും രാമൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. തസ്യ ജ്യാവിപ്രമുക്താസ്തേ ശരാകാഞ്ചനഭൂഷണാഃ ശരീരം വിധമിഷ്യന്തി ഗംഗാകൂലമിവോർമയഃ. അയാളുടെ ജ്യ എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ ഞാൺ. ജ്യാവിപ്രമുക്താഹ, വില്ലിൻ്റെ ഞാണിൽ നിന്ന് മുക്തങ്ങളാകുന്ന ശരങ്ങൾ, അമ്പുകൾ. എങ്ങനെയുള്ള അമ്പുകളാണ്? കാഞ്ചനഭൂഷണാഹ, സ്വർണം കൊണ്ട് അലങ്കരിച്ച അമ്പുകൾ. സ്വർണം കൊണ്ട് അമ്പ് അലങ്കരിച്ചിട്ടുള്ളത് രാമൻ്റെ. അങ്ങനെയുള്ള അമ്പുകൾ ശരീരം വിധമിഷ്യന്തി, നിങ്ങളുടെ ശരീരത്തെ മഥനം ചെയ്യും. ഏതുപോലെ? ഗംഗാകൂലം ഇവ ഊർമയ, ജലതരംഗങ്ങൾ ഗംഗാതീരത്തെ എന്ന പോലെ. ഗംഗാനദിയിൽ കുത്തി ഒഴുകി വെള്ളം വരുമ്പോൾ കര മുഴുവൻ നദി കൊണ്ടുപോകും. അത് എല്ലാ കൊല്ലവും കുറച്ച് കുറച്ച് കൊണ്ടുപോകും. അതുപോലെ നിങ്ങളുടെയൊക്കെ ശരീരം രാമൻ്റെ അമ്പുകൾ വിധമിഷ്യന്തി എന്നാണ് പറയുന്നത്. ഉടച്ച് അരച്ച് കളയും. അതാണ്. അസുരൈർവാസുരൈർവാത്വം യദ്യവധ്യോസി രാവണ ഉത്പാദ്യ സുമഹദ്വൈരം ജീവൻ തസ്യ ന മോക്ഷ്യസേ. പിന്നെ നീ കേമത്തം പറഞ്ഞു, എന്ത്?
ദേവന്മാർക്കോ അസുരന്മാർക്കോ ഒന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ശരിയാണ്. നിന്നെ നശിപ്പിക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ ഒന്നും സാധിക്കില്ല. പക്ഷേ രാമന് സാധിക്കും. അതാണ്. അസുരന്മാരാലോ ദേവന്മാരാലോ യുദ്ധത്തിൽ നീ അവധ്യനാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നാൽ രാമനോട് വൈരമുണ്ടാക്കിയാൽ നീ വെറുതെ രക്ഷപ്പെടില്ല. ന മോക്ഷ്യസേ, നീ മുക്തനാവില്ല, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. സതേ ജീവിതശേഷസ്യ രാഘവോന്തകരോ ബലി പശോർയൂപഗതസ്യേവ ജീവിതം തവ ദുർലഭം. കുറച്ച് മാത്രം ജീവിതം ശേഷിച്ചവനാ നീ. കുറച്ചേ നിനക്ക് ബാക്കിയുള്ളൂ ജീവിതം. രാവണൻ നിന്റെ അന്തകരനായിട്ട് രാഘവൻ. എങ്ങനെയുള്ള രാഘവൻ? ബലീരാഘവ, ബലശാലിയായ രാഘവൻ അടുക്കുന്നത് വരെ മാത്രമേ നിന്റെ ജീവിതം ശേഷിച്ചിട്ടുള്ളൂ. നീ ഏതുപോലെയാണെന്ന് നിനക്കറിയോ? യൂപഗതസ്യ പശോഹോ ഇവ ജീവിതം തവ ദുർലഭം. യൂപത്തിൽ ബന്ധിച്ച പശുവിനെ പോലെയാണ് നിന്റെ ജീവിതം. യൂപത്തിൽ ബന്ധിച്ച പശു എന്ന് പറഞ്ഞാൽ ഹോമത്തിന് യാഗത്തിന് കൊല്ലാൻ വേണ്ടി പശുക്കളെ കെട്ടിയിടും യൂപങ്ങൾ. അവിടെ പുരോഹിതന്മാരൊക്കെ വന്നു യാഗം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓരോന്നിനെ പിടിക്കും, എല്ലാ ദ്വാരങ്ങളും ഞെക്കിപ്പിടിക്കും. ചെവി, മൂക്ക്, വായ, കണ്ണ്, മലദ്വാരം, മൂത്രദ്വാരം ഒക്കെ ഞെക്കിപ്പിടിക്കും. പ്ലാഷിൻ്റെ വടികൊണ്ട് അടിച്ച് അവസാനം കൊല്ലും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയില്ല. എന്നാൽ പോട്ടെ, എന്നാൽ പിന്നെ പുല്ല് കൊടുത്ത് നല്ല പിണ്ണാക്കും കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് ആരോഗ്യമായിട്ട് വളർത്തും. എന്തായാലും യൂപത്തിൽ കെട്ടിയ പശുവെ യാഗത്തിൽ കൊല്ലും. അപ്പം എത്ര ദിവസമാണ് ആയുസ്? യാഗം അത് തുടങ്ങണ വരെ ആയുസ്സുള്ളൂ. അതുവരെ തീറ്റ കൊടുക്കും, വെള്ളം കൊടുക്കും, ഒക്കെ കൊടുക്കും. അതുവരെ ഹേ രാവണ നീ ജീവിച്ചോളൂ. അത് കഴിഞ്ഞാൽ നിൻ്റെ കാലം കഴിഞ്ഞു എന്നർത്ഥം. അതാണ് യൂപഗതസ്യ പശോഹോ ഇവ തവ ജീവിതം ദുർലഭം. അങ്ങനെ യാഗം ചെയ്ത് മനുഷ്യനെ വരെ ശരിയാക്കിയിട്ടുണ്ട്. ശുനശേഖൻ രക്ഷപ്പെട്ട ചരിത്രമൊക്കെ ഇവിടെ രാമായണത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. വിശ്വാമിത്രനാ രക്ഷപ്പെടുത്തിയ. യശ്ചന്ദ്രം നഭസോ ഭൂമൗ പാദയേ നാശയേതവ സാഗരം ശോഷയേദ്വാപി സസീതാം മോചയേദിഹ. യഹ നഭസഃ ചന്ദ്രം ഭൂമൗ പാതയേത്. യാതൊരാൾ സ്വന്തം വീര്യം കൊണ്ട് ആകാശത്തിൽ നിന്ന് ചന്ദ്രനെ ഭൂമിയിലേക്ക് വീഴ്ത്തും. ആരാ? രാമൻ വിചാരിച്ചാൽ ആകാശത്ത് നിന്ന് ചന്ദ്രനെ ഭൂമിയിലേക്ക് വീഴ്ത്താം. സാഗരം ശോഷയേത്, കടലിനെ മുഴുവൻ വറ്റിക്കാൻ പറ്റും രാമൻ വിചാരിച്ചാൽ. രാമൻ്റെ വീര്യം കൊണ്ട് കടലിനെ വറ്റിക്കാൻ പറ്റും. അങ്ങനെയുള്ള രാമൻ സീതാ മോചയേത്, അവൻ സീതയെ മോചിപ്പിക്കും. ആർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയോ? അവന് സീതയെ മോചിപ്പിക്കാനാ പണി. നിശ്ചയമായും അവൻ സീതയെ മോചിപ്പിക്കും. ഗതായുസ്ത്വം ഗതശ്രീകോ ഗതസത്വോ ഗതേന്ദ്രിയഃ ലങ്കാ വൈധവ്യ സംയുക്ത ത്വത്കൃതേന ഭവിഷ്യതി. നീ ഗതായുസ്സാണ്, ആയുസ് കഴിഞ്ഞവനാണ്. ഗതശ്രീകഃ, എല്ലാ ഐശ്വര്യവും പോയവനാണ്. ഗതസത്വഃ, ബുദ്ധി നഷ്ടപ്പെട്ടവനാണ്. ഗതേന്ദ്രിയ, ഇന്ദ്രിയ ശക്തിയും കഴിഞ്ഞു, നിൻ്റെ ഒക്കെ കഴിഞ്ഞു, നിൻ്റെ എല്ലാം പോയി. എന്ന് മാത്രമല്ല ത്വത്കൃതേന, നീ കാരണമായിട്ട് ലങ്കാ വൈധവ്യ സംയുക്ത, ലങ്ക വിധവയാകും, രാജാവില്ലാത്തതാകും. അത് ശരിയായില്ല അല്ലേ? ബാക്കിയൊക്കെ ശരിയായി സീത പറഞ്ഞത്. അത് രാമൻ സമ്മതിച്ചിട്ടില്ല. രാമൻ ആദ്യം തന്നെ വിഭീഷണനെ
അഭിഷേകം ചെയ്തിട്ടുണ്ട്. കാരണം ലങ്ക വിധവയാവാൻ പാടില്ല. നേ പാപമിദം കർമ്മ സുഖോദർക്കം ഭവിഷ്യതി യാഹം നീതാ വിനാഭാവം പതി പാർശ്വാത്വയാവനേ. ഹേ യാ അഹം വനേ പതിപാർശ്വാത് വിനാഭാവം ത്വയാനീത. പതിയോട് കൂടാതെ ഇരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് എന്നെ ബലമായി നീ പിടിച്ചു കൊണ്ടുവന്നില്ലേ. ഇതം തേ പാപം കർമ്മ, ഇത് നിന്റെ പാപകർമ്മമാണ്. ന ശുഭോദർക്കം, ഇതൊരിക്കലും ശുഭോദർക്കമല്ല, ഒരിക്കലും ശുഭോദർക്കമല്ല നിന്റെ ഈ പണി. സഹി ദേവര സംയുക്തോ മമ ഭർത്ത മഹാദ്യുതി നിർഭയോ വീര്യമാശ്രിത്യ ശൂന്യേ വസതി ദണ്ഡകേ. മമ ഭർത്ത, എൻ്റെ ഭർത്താവ് രാമൻ. ആരാ? മഹാദ്യുതി, മഹത്തായ ശോഭയോടുകൂടിയവൻ. സഹ, അവൻ. എങ്ങനെ അവൻ? ദേവര സംയുക്ത, ദേവരനോട് കൂടിയിട്ട്. രാമൻ്റെ ദേവരനല്ല, സീത പറയാ ദേവര സംയുക്ത. ഭർത്താവിൻ്റെ അനുജനാണ് ദേവരൻ. അപ്പം രാമനെ സംബന്ധിച്ച് സഹോദരനാണ്, സോദര സംയുക്ത എന്നാ. പക്ഷേ സീതയുടെ അപേക്ഷയിൽ ദേവര സംയുക്ത. വീര്യമാശ്രിത്യ, വീര്യത്തെ ആശ്രയിച്ച് ശൂന്യേ ദണ്ഡകേ നിർഭയ വസതി, ശൂന്യമായ ദണ്ഡകാരണ്യത്തിൽ നിർഭയനായി കഴിയുന്നു. അവിടെ വലിയൊരു സത്വമുണ്ട്. എന്താ? ശൂന്യമായ ദണ്ഡകാരണ്യത്തിൽ ഒരൊറ്റൊന്നിനെ ബാക്കി വെച്ചിട്ടില്ല രാമൻ. എല്ലാവരെയും കൊന്ന് 14,000 പേരെയാ ആ സ്ഥലത്ത് താമസിക്കുക നിർഭയനായിട്ട്. നിൻ്റെയും ഗതി അത് തന്നെയാണെന്നർത്ഥം. സതേ ദർപ്പം ബലം വീര്യം ഉത്സേകം ച തഥാവിധം അപനേഷ്യതി ഗാത്രേഭ്യ ശരവർഷേണ സംയുഗേ. ആ രാമൻ യുദ്ധത്തിൽ, സംയുഗേ യുദ്ധത്തിൽ, ശരവർഷേണ, ശരവർഷം കൊണ്ട്, ശരങ്ങളുടെ മഴ കൊണ്ട്, ശരങ്ങളെ കൊണ്ട് മഴ പെയ്തിട്ട് എന്താവും? നിന്റെ ബലവും ദർപ്പവും വീര്യവും എന്തൊക്കെയാ? ദർപ്പം, ദർപ്പം, ദർപ്പം അറിയില്ലേ? ദർപ്പം തന്നെ അഹങ്കാരം. പിന്നെ ബലം, ബലം തന്നെ. വീര്യം, വീര്യം തന്നെ. ഉത്സേകം, അതിരുവിട്ട പ്രവൃത്തി. ഉത്സേകം, അതിരുവിട്ട പ്രവൃത്തി. എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കൂടോ. അപനേഷ്യതി, എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കും, സംശയമില്ല. യഥാ വിനാശോ ഭൂതാനാം ദൃശ്യതേ കാലചോദിതഃ തഥാ കാര്യേ പ്രമാദ്യന്തി നരാ കാലവശം ഗതാഃ. ഇത് ശ്രദ്ധിക്കണേ. കാലചോദിതമായിട്ട് ഭൂതങ്ങൾക്ക് വിനാശം കാണപ്പെടുന്നുണ്ട്, ഉണ്ടല്ലോ. എല്ലാം നശിക്കുന്നുണ്ട് കാലം വരുമ്പോൾ. അതുപോലെ കാലവശം ഗതാഹ നരാഹ, കാലവശത്തിൽപ്പെട്ട മനുഷ്യന്മാർ കാര്യേ പ്രമാദ്യന്തി, ചെയ്യേണ്ടതിൽ പ്രമാദമുള്ളവരായിത്തീരും. ചെയ്യരുതാത്തത് ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യേയില്ല. ഇതൊക്കെ കാലവശകരായിട്ട് മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. അതാ നിനക്കും സംഭവിച്ചേ. നിന്റെ കാലമായി എന്നർത്ഥം. മാം പ്രദൃശ്യ സതേ കാല പ്രാപ്തോയം രാക്ഷസാധമാ ആത്മനോ രാക്ഷസാനാം ച വധായാന്തഃപുരസ്യ ച. എന്താ സീതയുടെ ധൈര്യം എന്ന് ആലോചിച്ച് നോക്കും. ഇത് എവിടുന്നായി പറയണത്? നമ്മളൊക്കെ പറയും 4 ആൾ പിന്നിലുണ്ടെന്ന് കണ്ടാൽ, ഇല്ലേ? 4 ആൾ പിന്നിലുണ്ടെന്ന് കണ്ടാൽ നമ്മളും പറയും കേമത്തരൊക്കെ. പക്ഷെ ഇത് അവിടെയാ, ലങ്കയിലാ, ഒറ്റയ്ക്ക് രാക്ഷസൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതൊരു പുല്ല് മുമ്പിൽ ഇട്ടിട്ടാണ് പറയണത്. അതാ വൈദേഹി എന്ന് പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്ഭുതകരമായ ധൈര്യമാണ്. ഹേ രാക്ഷസാധമ, രാക്ഷസന്മാരിൽ ഏറ്റവും അധമനായിട്ടുള്ളവനെ, ആ കാലം നിനക്ക് വന്നു കഴിഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞ കാലം നിനക്ക് വന്നു. എന്നെ ബലപൂർവകം ഹരിച്ചിട്ട് നിൻ്റെയും രാക്ഷസന്മാരുടെയും അന്തഃപുരത്തിൻ്റെയും വധത്തിനായിക്കൊണ്ടാണ് നീ ഇത് ചെയ്തത്. ഇത് അന്തഃപുരത്തിൻ്റെ വധം.
പത്നിമാർ. അന്തഃപുരത്തിൻ്റെ വധം എന്ന് പറഞ്ഞാൽ പത്നിമാരുടെ വധം. നിൻ്റെ അന്തഃപുരത്തിൽ ആരൊക്കെ ഉണ്ടോ പത്നിമാരായിട്ട് അവരൊക്കെ നശിച്ചു പോകും. അതാ ഇപ്പം ഉണ്ടാവാൻ പോണത്. ഇതമന്തഃപുരം രമ്യം രത്നസ്ഥാപിതമീദൃശം രാമബാണാനല സർവം ദഗ്ധം തവ കരിഷ്യതേ. സീത ഒരു തന്ത്രം കൂടി പ്രയോഗിക്കുക. സീത രാവണനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഈ അന്തഃപുരം എന്തൊരു മനോഹര. നേരത്തെ രാവണൻ പറഞ്ഞതാ നല്ല മനോഹരമായ അന്തഃപുരം എന്ന് പറഞ്ഞതാ സീതയോട്. അത് സീത അങ്ങോട്ട് പറയുക, എന്തൊരു മനോഹരമായ അന്തഃപുരമാണിത്. രത്നസ്ഥാപിതം, രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഈ അന്തഃപുരം രാമബാണാനലഹ, രാമൻ്റെ അമ്പിൽ നിന്ന് വരുന്ന അഗ്നി സർവം ദഗ്ധം കരിഷ്യതി, ഇതിനെയൊക്കെ കത്തിച്ച് കളയല്ലോ. ഇതൊരു മനോഹരമായ അന്തഃപുരം, ഇതൊക്കെ കത്താൻ പോവുകയാണല്ലോ. ന ശക്യായ യജ്ഞമധ്യസ്ഥ വേദിസൃഗ്ഭാണ്ഡമണ്ഡിത ദ്വിജാതിമന്ത്രപൂതാച്ച ചണ്ഡാളേനാവമർദിതും. യജ്ഞ മധ്യസ്ഥാഹ വേദി, യജ്ഞശാലയുടെ മധ്യത്തിലുള്ള വേദി. യജ്ഞശാലയുടെ മധ്യത്തിലുള്ള വേദി. എങ്ങനെയുള്ള വേദിയാണ്? സൃഗ്ഭാണ്ഡമണ്ഡിത, സൃക്ക് സ്രവം തുടങ്ങി യജ്ഞസാമഗ്രികൾ നിറഞ്ഞ യജ്ഞശാലയുടെ മധ്യത്തിലുള്ള വേദി. ദ്വിജാതി മന്ത്രപൂത, ദ്വിജന്മാർ ചൊല്ലുന്ന മന്ത്രങ്ങളാൽ പരിശുദ്ധമായ യജ്ഞഭൂമി. ചണ്ഡാളേന അവമർദ്ദിതും ന ശക്യ, ചണ്ഡാളനാൽ നശിപ്പിക്കപ്പെടാൻ സാധ്യമല്ല. ചണ്ഡാളൻ പതിതനാണെന്ന് മനസ്സിലാക്കണേ. ചിലർ വിചാരിച്ചിട്ടുള്ള ചണ്ഡാളൻ എന്ന് പറഞ്ഞാൽ ശൂദ്രനാണെന്നാ. അല്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചാതുർവർണ്ണത്തിൽ ഉൾപ്പെട്ടവരാ. ബ്രാഹ്മണൻ പതിച്ചാൽ ചണ്ഡാളനാവും, അങ്ങനെയാണ്. ക്ഷത്രിയൻ പതിച്ചാൽ ചണ്ഡാളനാവും. ഇനി ചണ്ഡാള ശബ്ദത്തിന് വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ചണ്ഡാളൻ എന്നുള്ളതിന് ഉത്കൃഷ്ടങ്ങളായ അർത്ഥങ്ങളൊക്കെ വേറെ ഉണ്ട്. സാക്ഷാൽ ശിവൻ എന്ന് തന്നെയുള്ള അർത്ഥമുണ്ട്, ശിവ തേജസ്സോടൊത്തവൻ എന്ന അർത്ഥമുണ്ട്, അതൊക്കെ വേറെ അർത്ഥം. പക്ഷെ ഇവിടെ പതിതൻ എന്നുള്ള അർത്ഥമാണ് ഈ സന്ദർഭത്തിൽ. സന്ദർഭം അനുസരിച്ച് അർത്ഥം എടുക്കണം. അപ്പോൾ പതിതനായ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള യജ്ഞശാല നശിപ്പിക്കാൻ സാധ്യമല്ല. ഹേ രാവണ, നിനക്ക് എന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. തഥാഹം ധർമ്മനിത്യസ്യ ധർമ്മപത്നി പതിവ്രത ത്വയാ സ്പൃഷ്ടും ന ശക്യാസ്മി രാക്ഷസാധമ പാപിന. ഹേ രാക്ഷസാധമ, വീണ്ടും വിളിക്കുകയാണ്. രാക്ഷസന്മാരിൽ അധമനായവനെ, ധർമ്മനിത്യനായ രാമൻ്റെ ധർമ്മപത്നിയും പതിവ്രതയുമായ ഞാൻ നിന്നാൽ സ്പർശിക്കപ്പെടാൻ പോലും സാധിക്കില്ല. നിനക്കെന്നെ സ്പർശിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ക്രീഡന്തി രാജഹംസേന പത്മഷണ്ഡേഷു നിത്യദാ ഹംസീസാ തൃണഷണ്ഡസ്ഥം കഥം പശ്യേതമദ്ഗുകം. അപ്പം നിനക്ക് നേരത്തെ രാവണൻ പറഞ്ഞു, ആ ഒന്നിനും കൊള്ളാത്ത രാമനെ കൊണ്ട് നിനക്കെന്ത് കാര്യമുള്ളത്, നീ എന്നെ പ്രാപിക്കൂ എന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു. അതിന് മറുപടി പറയുകയാണ്. പത്മഷണ്ഡേഷു, താമര പൊയ്കകളിൽ ബഹുവചന, ഷണ്ഡേഷു താമര പൊയ്കകളിൽ നിത്യവും എപ്പോഴും രാജഹംസേന ക്രീഡന്തി ഹംസി, രാജഹംസത്തോടുകൂടി ക്രീഡ ചെയ്യുന്ന ഹംസം, പെൺ അരയന്നം, അരയന്ന പെൺകുടി എന്നൊക്കെ പറയാം അല്ലേ. ആര്? വെറും അരയുന്ന പെൺകുടിയൊന്നും അല്ല, രാജഹംസത്തോടു കൂടെ കളിക്കുന്ന അരയുന്ന പെൺകുടി.
തൃണഷണ്ഡസ്ഥം, ചേറും പുല്ലും കൂടി നിറഞ്ഞതായ സ്ഥലത്ത് വിഹരിക്കുന്ന മദ്ഗുകം നീർക്കാക്കയെ കഥം പശ്യേത, എങ്ങനെ നോക്കും? നോക്കണേ, താമരപ്പൊയ്കയിൽ രാജഹംസത്തോടുകൂടി വിഹരിക്കുന്ന അരയന്ന പെൺകുടി ചെളിയിൽ കളിക്കുന്ന നീർക്കാക്കയെ നോക്കുമോ എന്നാ ചോദിക്കണത്. എന്താ കഥ? വാൽമീകിയുടെ ഉപമാര രചനാവൈഭവം അത്ഭുതകരമാണ്, മഹാത്ഭുതമാണ്. ഇദം ശരീരം നിസ്സംജ്ഞം ബന്ധവാ ഖാദയസ്വവാ നേദം ശരീരം രക്ഷിഷ്യേ ജീവിതം ചാപി രാക്ഷസ. ഹേ രാക്ഷസ, ഇദം ശരീരം നിസ്സംജ്ഞം ബന്ധവ ഖാദയസ്വവ, ഈ ജീവൻ പോയ ശരീരത്തെ നീ തിന്നോളൂ, അല്ലെങ്കിൽ കെട്ടിയിട്ടോളൂ, എനിക്കൊന്നുമില്ല. അല്ല, നീ വിചാരിക്കണം മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല എന്നർത്ഥം. നിസ്സംജ്ഞയായാൽ നീ പറഞ്ഞ പോലെ ഒന്നും ഞാൻ ചെയ്യാൻ പോണില്ല. അപ്പം ഞാൻ മരിച്ചാലും ശരി, എൻ്റെ മരിച്ച ശവശരീരത്തെ നിനക്ക് തിന്നാം, അല്ലെങ്കിൽ കെട്ടിയിടാം. അല്ലാതെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോണില്ല. എന്നാൽ രക്ഷിച്ചേ, ഞാൻ ശരീരത്തെ രക്ഷിക്കാനും പോകുന്നില്ല, എൻ്റെ ദേഹത്തെ രക്ഷിക്കാൻ പോകുന്നില്ല നിനക്ക് വേണ്ടിയിട്ട് എന്നർത്ഥം. നതു ശക്ഷ്യാമി ഉപക്രോശം പൃഥിവ്യാം ദാതുമാത്മനഃ, പൃഥിവ്യാം ആത്മനഃ ഉപക്രോശം ദാതും ന ശക്ഷ്യാമി. ഈ ഭൂമിയിൽ ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. ഈ ഭൂമിയിൽ ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്നിട്ട് ചീത്തപ്പേരുണ്ടായില്ലേ, അത് വേറെ വിഷയം. ഏവമുക്ത്വാ തു വൈദേഹി ക്രോധാത് സപരുഷം വചഃ രാവണം മൈഥിലീ തത്ര പുനർനോവാച കിഞ്ചന. ക്രോധാത് സപരുഷം വചഃ ഏവമുക്ത്വ, ക്രോധം കൊണ്ട് പരുഷമായ ഇപ്രകാരമുള്ള വാക്യങ്ങളെ പറഞ്ഞിട്ട്, ആരോട് പറഞ്ഞിട്ട്? രാവണനോട് പറഞ്ഞിട്ട്, സാ മൈഥിലി, ആ മിഥിലയുടെ പുത്രിയായ മൈഥിലി സീത പുനർനോവാച്ച, പിന്നൊന്നും പറഞ്ഞില്ല, മിണ്ടാണ്ടായി, പിന്നൊന്നും മിണ്ടില്ല, ഒക്കെ നിർത്തി, പറശ്ശിൽ നിർത്തി. എന്തൊരു ശക്തിയിലാണ് പറഞ്ഞത്, എന്തൊരു വീര്യം, എന്തൊരു ധൈര്യം, ആലോചിച്ച് നോക്കൂ. സീതായാ വചനം ശ്രുത്വാ പരുഷം രോമഹർഷണം പ്രത്യുവാച തതഃ സീതാം ഭയസന്ദർശനം വചഃ. രാവണൻ ഇതൊക്കെ കേട്ടു. സീതായാഹ വചനം, സീതയുടെ വാക്കുകൾ, എങ്ങനെയുള്ള വാക്കുകൾ? പരുഷമായ വാക്കുകൾ. അതുകൊണ്ട് തന്നെ രോമഹർഷണം, രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്കുകൾ. ദേഷ്യം പിടിച്ചിട്ട് രോമാഞ്ചം ഉണ്ടാവുകയാണ്. വികാരാധിക്യത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടാവും, ഞെട്ടിയിട്ടൊക്കെ രോമാഞ്ചം ഉണ്ടാവും. രാവണൻ ഞെട്ടിപ്പോയി എന്നാ സീതയുടെ വാക്ക് കേട്ടിട്ട്, രോമാഞ്ചമുണ്ടായി. അങ്ങനെയുള്ള വാക്ക് കേട്ടിട്ട് ഭയസന്ദർശനമായിരിക്കുന്ന വാക്കുകളെ രാവണൻ പറഞ്ഞു, ഭയത്തെ ഉണ്ടാക്കുന്ന വാക്കുകളെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ശൃണു മൈഥിലി മദ്വാക്യം, ഹേ സീതേ, നീ എൻ്റെ വാക്കുകളെ കേട്ടോളൂ. മാസാൻദ്വാദശ ഭാമിനി, ഹേ ഭാമിനി, ഹേ സുന്ദരി. രാവണൻ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവണൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഭാമിനി എന്നൊന്നും വിളിക്കില്ല. ഹേ ഭാമിനി, അല്ലയോ സുന്ദരി. കാലേനാനേന നാഭ്യേഷി യതിമാം ചാരുഹാസിനി തതസ്ത്വാം പ്രാതരാശാർത്ഥം സൂതാ ശസ്യന്തി ലേശശഃ. സൂതാഹ ഛേസ്യന്തി ലേശശഃ. ഹേ മൈഥിലി, ഞാൻ പറഞ്ഞ കേട്ടോളൂ. ഹേ ഭാമിനി, ഹേ സുന്ദരി. അവിടെ സുന്ദരി എന്ന് വിളിച്ചത് വളരെ അർത്ഥപൂർണ്ണ, കാരണം ഇനി പറയാൻ പോകുന്ന വാക്കുമായിട്ട് ഘടിപ്പിക്കണം. ചാരുഹാസിനി, മനോഹരമായ ചിരിയോടുകൂടിയവളെ, അങ്ങേയറ്റം സുന്ദരമായ ചിരിയോടുകൂടിയവളെ. യതി, ഇനിയിപ്പോൾ നീ അങ്ങനെയാന്ന് വിചാരിച്ചോളൂ. 12 മാസാൻ 12 മാസം ഞാൻ നിനക്ക് തരുന്നു.
12 മാസങ്ങൾ ഞാൻ നിനക്ക് തരുന്നു. ഈ കാലം കൊണ്ട് അനേന കാലേന അഭ്യേഷി യതിമാം, ഈ കാലം കൊണ്ട് നീ എന്നെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു കൊല്ലം സമയം തരാം. ഒറ്റ കൊല്ലം ഞാൻ നിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഒരു കൊല്ലം കൊണ്ട് നീ എന്നെ പ്രാപിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? സൂതാഹ, പാചകന്മാർ ഇവിടെ വരും. എന്നിട്ട് ലേശശഃ, കഷ്ണമായിട്ട് ഛേസ്യന്തി, നിന്നെ മുറിക്കും. എന്തിന്? പ്രാതരാശാർത്ഥം, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. രാവിലത്തെ പ്രാതഃ ആശാർത്ഥം, രാവിലത്തെ ഭക്ഷണം. അത് ഉച്ചക്കത്തേക്കൊന്നും നീ തികയില്ല. എൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നീ തികയില്ല. പക്ഷെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കഷ്ണമായിട്ട് നന്നായിട്ട് മുറിക്കൊന്നുമില്ല. അപ്പോൾ ജീവനോടൊരു കഷ്ണം എടുത്തു കൊണ്ടുപോവുക, പിന്നെ പിറ്റേന്ന് വേറെ കഷ്ണം മുറിച്ചു കൊണ്ടുപോവുക. കുറേ ദിവസം കഴിഞ്ഞാലേ നീ ചാവുള്ളൂ. അപ്പോൾ ചാരുഹാസിനി, മനോഹരമായ പുഞ്ചിരിയോടുകൂടിയവളെ, ഭാമിനി, സുന്ദരി എന്നൊക്കെ വിളിച്ചത് അർത്ഥപൂർണ്ണ ഇല്ലേ? ഇതിങ്ങനെ കഷ്ണം മുറിച്ചു കൊണ്ടുപോയിട്ടുള്ള ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് 12 മാസം നിനക്ക് സമയം തരുന്നു. ആ സമയത്തിനുള്ളിൽ നിന്നെ പ്രാപിച്ചില്ലെങ്കിൽ ഇതാണ് തീരുമാനം. ഇത് നന്നായിട്ടില്ലേ? പ്രാതരാശാർത്ഥം, രാവിലത്തെ ശാപ്പാടിന് വേണ്ടിയിട്ട്. ഇത്യുക്ത്വാ പരുഷം വാക്യം രാവണ ശത്രുരാവണഃ രാക്ഷസീശ്ച തത ക്രുദ്ധഃ ഇദം വചനമബ്രവീത്. ഇങ്ങനെ ക്രുദ്ധനായിട്ട് പരുഷമായ വാക്യത്തെ പറഞ്ഞിട്ട് ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനായ രാവണൻ ദേഷ്യത്തോടുകൂടി രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ശീഘ്രമേവ ഹി രാക്ഷസ്യോ വികൃതാഘോരദർശനാഃ ദർപ്പമസ്യാവിനേഷ്ടധ്വം വിനേഷ്യധ്വം മാംസശോണിതഭോജനാഃ. ഹേ മാംസശോണിതഭോജനാഃ ഘോരദർശനാഃ വികൃതാഃ രാക്ഷസ്യഃ. അല്ലയോ രാക്ഷസികളെ, നിങ്ങൾ വേഗം തന്നെ ഒരു കാര്യം ചെയ്യണം. എന്താ വേണ്ടത്? മാംസശോണിത ഭോജനാഹ, മാംസവും രക്തവും കഴിക്കണം വേഗം. എന്നിട്ട് ഒക്കെ ദേഹത്തൊക്കെ രക്തമൊക്കെ ആക്കിയിട്ട് ഘോരദർശനകളായി തീരണം. ഇപ്പം നിങ്ങളൊക്കെ നല്ലതായിട്ടിരിക്കുക. സീതയ്ക്ക് അനുസരിച്ച വേഷത്തിലും ഭാവത്തിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊക്കെ മാറ്റി മാംസവും രക്തവും കഴിച്ച് ഘോരദർശനകളായി വികൃത രൂപത്തെ പ്രാപിച്ച്, ഈ ഒന്നായിട്ട് ചോരയൊക്കെ ഒഴുകിയാൽ തന്നെ വികൃതമാവുമല്ലോ. അങ്ങനെ വികൃത രൂപത്തെ പ്രാപിച്ചവരായിട്ട് എവളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊള്ളൂ. നിങ്ങൾക്കുള്ള പണി. എവളെ പേടിപ്പിക്കുക, അത് തന്നെ. ഇവളെ പേടിപ്പിച്ചിട്ട് ഇവളുടെ അഹങ്കാരം ഇല്ലാതാക്കുക. ഒരു കൊല്ലം സമയം ഞാൻ തരുന്നു. ഇതാണ് പണി. വചനാദേവതാസ്തസ്യ സുഘോരാ രാക്ഷസീ ഗണാഃ കൃതപ്രാഞ്ജലയോ ഭൂത്വാ മൈഥിലീം പര്യവാരയൻ. അവൻ്റെ വാക്ക് കേട്ട ഉടനെ സുഘോരകളായ രാക്ഷസ സ്ത്രീകൾ കൃതപ്രാഞ്ജലയ, തൊഴുകൈകളോടുകൂടി, രാവണനെ അനുസരിച്ച് തൊഴുകൈകളോടുകൂടി മൈഥിലീം പര്യവാരയൻ, സീതയെ ചുറ്റി. സീതയെ തൊഴുകൈകളോടുകൂടി ചുറ്റി എന്നല്ല, രാവണനെ തൊഴുകൈയോടുകൂടി, ശരി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സീതയെ വട്ടം ചുറ്റി. എന്നിട്ടോ സതാപ്രോവാച രാജാതു രാവണോ ഘോരദർശനഃ പ്രചാല്യ ചരണോത്കർഷൈഃ ധാരയന്നിവ മേദിനിം. സഹ ഘോരദർശനഃ രാവണഃ, ഘോരദർശനനായ രാവണൻ താഹ പ്രോവാച, അവരോട് പറഞ്ഞു. നിന്ന് പറയല്ല, എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? ചരണോത്കർഷൈഹി മേദിനിയും ധാരയൻ, ബലപൂർവകമായ ചവിട്ടുകളെ കൊണ്ട് ഭൂമിയെ തുളയ്ക്കുന്നവനെ പോലെ ആയിട്ട് പറഞ്ഞു. എന്താർത്ഥം? ദേഷ്യം പിടിച്ച് ചവിട്ടി നടന്നു പോകുമ്പോൾ പറഞ്ഞു, നടത്തത്തിൽ പറഞ്ഞു. അവിടെ നിന്ന് പറച്ചിലൊന്നുമില്ല, ക്ഷമയില്ല, അത്രയും ദേഷ്യം പിടിച്ചു. ഭൂമിയെ ചവിട്ടി മതിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? തത്രൈനാം തർജനൈർഘോരൈഃ പുനഃസാന്ത്വൈശ്ച മൈഥിലീം ആനയധ്വം വശം സർവാ വന്യാം ഗജവധൂമിവ. സീതയോട് രാവണന് സ്നേഹമുണ്ട്. പറയാണ്,
ഇവളെ ഘോരങ്ങളായ തർജനങ്ങൾ, ഭീഷണി വാക്കുകൾ കൊണ്ട് നിങ്ങൾ പേടിപ്പിക്കണം. ആരെ? സീത. ഉപദ്രവിക്കൊന്നും വേണ്ടെന്നാ. കാരണം നാളെ എൻ്റെ പത്നിയാവേണ്ടവളല്ലേ, അതുകൊണ്ട് അവളെ ഉപദ്രവിക്കണ്ട. പിന്നെ എന്ത് വേണം? വാക്കുകളെ കൊണ്ട് നല്ലോണം പേടിപ്പിക്കുക. അത് കഴിഞ്ഞൊരു സാന്ത്വനം പറയുക. ആദ്യം പേടിപ്പിക്കുക, എന്നിട്ട് നല്ല വാക്കൊക്കെ പറഞ്ഞ് മെരുക്കിയെടുക്കാൻ നോക്കുക. ഏതുപോലെ വന്യാം ഗജവധൂമിവ, വന്യയായ പിടിയാനയെ പാട്ടിലാക്കുന്ന പോലെ. ആനേനെ കാട്ടുന്ന പിടിച്ചു കഴിഞ്ഞാൽ അതിനാദ്യം കുത്തും മടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നല്ല ഇഷ്ടമുള്ള തീറ്റയൊക്കെ കൊടുത്ത് പതുക്കെ വശപ്പെടുത്തുക ചെയ്യുക, പിന്നെയാണ് പരിശീലിപ്പിക്കുക. അതുപോലെ സീതയെ എനിക്ക് വശപ്പെടുത്തി തരണം നിങ്ങൾ, അത് നിങ്ങളുടെ പണിയാണ്. ഇത് പ്രതിസമാദിഷ്ട രാക്ഷസ്യോ രാവണേന താ അശോകവനികാം ജഗ്മോ മൈഥിലിം പ്രതിഗൃഹ്യതോ സർവകാമഫലൈർവൃക്ഷൈ നാനാപുഷ്പഫലൈവൃതാം സർവകാലമദൈശ്ചാപി ദ്വിജൈ സമുപസേവിതാം. ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ട ആ രാക്ഷസ സ്ത്രീകൾ എന്ത് ചെയ്തു? സീതയെയും കൊണ്ട് അശോകവനികയിലേക്ക് പോയി. ഇപ്പോൾ സീത അശോകവനികയിലല്ല, രാവണൻ്റെ അന്തഃപുരത്തിൽ പുറത്തുള്ള കക്ഷിയിലായിരുന്നു. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് രാക്ഷസ സ്ത്രീകൾ സീതയെയും കൂട്ടി അശോകവനികയിലേക്ക് പോയി. അപ്പോൾ അശോകവനികയിൽ രാവണൻ കൊണ്ടാക്കിയതല്ല കേട്ടോ, ഈ രാക്ഷസ സ്ത്രീകൾ കൊണ്ടുപോകാൻ. എങ്ങനെയുള്ളതാണ്? സർവകാമഫലൈഹി വൃക്ഷൈഹി, എല്ലാം ആഗ്രഹിക്കുന്നതനുസരിക്കുന്ന എല്ലാ പഴങ്ങളും ലഭിക്കുന്ന പൂന്തോട്ടമാണ്. ധാരാളം പഴങ്ങളുണ്ട്. പിന്നെ നാനാ പുഷ്പഫലൈവൃതം, അനേകം പുഷ്പങ്ങളും പഴങ്ങളും നിറഞ്ഞ ഒരു പൂന്തോട്ടമാണത്. സർവകാലമദൈശ്ചാപി, എല്ലാ കാലവും സന്തോഷിക്കുന്ന ദ്വിജൈഹി, പക്ഷികൾ നിറഞ്ഞതാണ്. ദ്വിജന്മാർ പക്ഷികൾ. മുട്ട, അമ്മയിൽ നിന്ന് മുട്ട ജനിച്ചു ആദ്യം, അപ്പോൾ ഒരു ജന്മമായി. മുട്ടയിൽ നിന്ന് പൊട്ടി പുറത്തു വന്നപ്പോൾ രണ്ടാമത്തെ ജന്മമായി. അതുകൊണ്ടാണ് ദ്വിജന്മാരെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുന്ന പക്ഷികൾ നിറഞ്ഞതാണ്. അപ്പോൾ നല്ല പൂക്കളും കായകളും പഴങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെ. അങ്ങനെയുള്ള തോട്ടത്തിൽ കൊണ്ടുപോയി. എന്നിട്ടോ സാതു ശോകപരീതാംഗി മൈഥിലി ജനകാത്മജ രാക്ഷസീ വശമാപന്ന വ്യാഘ്രീണാം ഹരിണീ യഥാ. ശോകപരീതാംഗി, ശോകം കൊണ്ട് ക്ഷീണിതമായ അംഗങ്ങളോടുകൂടിയവൾ. ജനകാത്മജ മൈഥിലി, ജനകൻ്റെ പുത്രിയായ മൈഥിലി രാക്ഷസീ വശമാപന്ന, രാക്ഷസിമാരുടെ വശത്ത് പെട്ടുപോയി. ഏതുപോലെ ഹരിണീ വ്യാഘ്രിണാം യഥാ, പെൺമാൻ കടുവകളുടെ നടുക്ക് പെട്ട പോലെ. വ്യാഘ്രിണാം, പെൺകടുവകളുടെ നടുക്ക് പെട്ട പെൺമാനിനെ പോലെ ആയിപ്പോയി. ഒരു കടുവയല്ല, എന്താ ചെയ്യുക? ശോകേന മഹതാഗ്രസ്ത മൈഥിലി ജനകാത്മജ ന ശർമ്മലഭതേ ഭീരു പാശബദ്ധ മൃഗീയഥാ. ആ സീതയുടെ കഷ്ടപ്പാട് വല്ലാതെ വരച്ച് കാണിക്കുന്ന ഭാഗമാണ് ഇത്. സാ മൈഥിലി ജനകാത്മജ, ജനകൻ്റെ പുത്രിയായ മൈഥിലി പാശബദ്ധ മൃഗീയഥാ, കയറുകൊണ്ട് കെട്ടപ്പെട്ട പെൺമാൻകുട്ടിയെപ്പോലെ ആയിപ്പോയി. മാനിനെപ്പോഴും ഇഷ്ടം പോലെ ചാടി കളിക്കണം, അതിനെ കെട്ടിയിട്ട് എത്ര ദുഃഖമായിരിക്കും. അപ്പം കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ട പെൺമാൻകുട്ടിയെപ്പോലെ ആയിപ്പോയി. മഹതാശോകേനഗ്രസ്ത, വലിയ ദുഃഖിയായി മാറി. ശർമ്മ നലേഭേ, ഒട്ടും സുഖം ഉണ്ടായില്ല. സീതയ്ക്ക് ഒട്ടും സുഖമില്ല, രക്ഷപ്പെടാനുള്ള വഴിയുമില്ല, ഒന്നുമില്ല. നവിന്ദതേ തത്ര തു ശർമ്മ മൈഥിലി വിരൂപനേത്രാഭിരതീത തർജിത പതിം സ്മരന്തി ദൈതം സലക്ഷ്മണം വിഛേദനാഭൂദ്ഭയശോകപീഡിത. തത്ര, അവിടെ അശോകവനികയിൽ, അതിമനോഹരമായ അശോകവനികയിൽ
മൈഥിലി ശർമ്മ ന വിന്ദതേ. സീതയ്ക്ക് ഒരു സുഖവും ഉണ്ടായില്ല. വിരൂപനേത്രാഭിരതീവ തർജിത, വിരൂപങ്ങളായ കണ്ണുകളോടുകൂടിയവരുടെ തർജനങ്ങളേറ്റ്, വഴക്ക് പറയലുകൾ. മറ്റൊരു വീട്ടിൽ രാവണൻ്റെ അടുത്ത് ലൈസൻസും കിട്ടിയല്ലോ വഴക്ക് പറയാൻ. അപ്പോൾ എല്ലാവരും കൂടി പഴയാണ്, എല്ലാവരും കൂടി വഴക്ക് പറയുമ്പോൾ ആലോചിച്ച് നോക്കും, സീതയുടെ കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കും. അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇല്ലേ, ആലോചിച്ച് നോക്കും. അതീവ തർജിത, അല്ലാതെ വഴക്ക് പറയപ്പെടുന്നവളായ സീത പതിം സ്മരന്തി, പതിയെ ഓർമ്മിച്ചും കൊണ്ട്, ദൈതം സലക്ഷ്മണം, ലക്ഷ്മണനെ ഓർമ്മിച്ചും കൊണ്ട്, പ്രിയപ്പെട്ട പതിയെയും ലക്ഷ്മണനെയും ഓർമ്മിച്ചുകൊണ്ട് വിചേതനാബോധ്, ബോധം കിട്ടുമെന്നാണ് പറയേണ്ടത്. പക്ഷെ അതിപ്പോൾ തൽക്കാലം പറയണ്ട, പിന്നെന്ത് പറഞ്ഞാൽ മതി, ഒരു ബുദ്ധിയില്ലാത്തവളായി, അതായത് ഒന്നും ചിന്തിക്കാൻ കഴിയില്ലാത്തവളായി, ദുഃഖിതയായിട്ട് തീർന്നു. വിചേതനാബോധ്, ഭയശോകപീഡിതയായി തീർന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഷഡ്പഞ്ചാശഃ സർഗഃ. ഇങ്ങനെ ഋഷിപ്രോക്തമായ ശ്രീമദ് രാമായണത്തിൽ, വാൽമീകീയത്തിൽ, ആദികാവ്യത്തിൽ, ആരണ്യകാണ്ഡത്തിൽ 56-ാമത്തെ സർഗം സമാപിച്ചു എന്ന് പറയാം. 56. ആരണ്യകാണ്ഡത്തിൽ മൊത്തം 1919 ശ്ലോകമായത്. മൊത്തം രാമായണത്തിൽ ഇതുവരെ 8631 ശ്ലോകമായത്. ശരി, ബാക്കി അടുത്ത പ്രാവശ്യം വായിക്കാം. പോരെ? അത് മതി. അടുത്ത വളരെ ചെറുതാന്ന് തോന്നുന്നു. അല്ലല്ല, ചെറുതല്ല, കുറച്ചുണ്ട്. 25 ശ്ലോകം അടുത്ത്. ഇതിപ്പോൾ എത്ര ശ്ലോക? ഇത് 37 ശ്ലോകം. അടുത്ത 25 ശ്ലോകം. सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ॐ शान्ति शान्ति शान्तिः. ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ओम.